വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് നഗരവുമായി ചേർന്ന സ്ഥലത്താണോ അതോ വിദൂരമാണോ? നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നിവയാണത്. മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി കൽപ്പറ്റ നഗരസഭയിലാണ് ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഈ ഭൂമി സർക്കാർ വില കൊടുത്ത് ഏറ്റെടുക്കുകയായിരുന്നു. 26.5 കോടിയോളം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. കൽപ്പറ്റ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ബൈപ്പാസ് റോഡിന്റെ സമീപത്താണ് ഈ ഭൂമി. സെന്റിന് ഏകദേശം 10 ലക്ഷം രൂപയോളം മാർക്കറ്റ് വിലയുള്ള ഭൂമിയാണിത്. 78.73 ഹെക്ടർ, അതായത് ഏകദേശം 195 ഏക്കർ സ്ഥലത്താണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. ഇതിൽ ഓരോ കുടുംബത്തിനും 7 സെന്റിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിക്കുന്നത്. ഇത്തരത്തിലുള്ള 410 വീടുകൾ ടൗൺഷിപ്പിന്റെ ഭാഗമായി ഉണ്ടാകും. കൂടാതെ ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ, മൾട്ടി പർപ്പസ് ഹാൾ, ലൈബ്രറി എന്നിവയും ടൗൺഷിപ്പിന്റെ ഭാഗമായി ഒരുങ്ങുന്നുണ്ട്. 6 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ടൗൺഷിപ്പിന്റെ ഭാഗമായി വീട് വേണ്ടെന്ന് ആവശ്യപ്പെട്ട 104 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം ജൂൺ 19, 20 തീയതികളിലായി കൈമാറിയിരുന്നു. ഇവർക്ക് ടൗൺഷിപ്പിന്റെ ഭാഗമായി വീട് ഉണ്ടാകില്ല. ടൗൺഷിപ്പ് പദ്ധതിക്കായി സർക്കാർ 351.48 കോടി രൂപയുടെ ഭരണാനുമതിയും കിഫ്കോൺ 324.49 കോടി രൂപയുടെ സാങ്കേതിക അനുമതിയും നൽകിയിട്ടുണ്ട്. ദുരന്തബാധിതർക്ക് ഉപജീവനത്തിനുള്ള മാർഗങ്ങളടക്കമുള്ള നിർമ്മിതികൾ ഉൾപ്പെടുന്നതാണ് ടൗൺഷിപ്പ്. 120 കോടി രൂപയോളം ചെലവഴിച്ച് പ്രദേശത്തെ റോഡുകളുടെ പുനർനിർമ്മാണവും ഇതിന്റെ ഭാഗമായി പൂർത്തീകരിക്കും. ദുരന്തത്തിന്റെ ഭാഗമായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. ഏപ്രിൽ 16 ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഗുണഭോക്താക്കൾക്ക് പ്രദർശിപ്പിക്കും. വീടിന്റെ ഗുണമേന്മ പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. മാതൃകാ വീടിന്റെ പ്രവൃത്തിക്കൊപ്പം ടൗൺഷിപ്പിലെ മറ്റു വീടുകളുടെ പ്രവൃത്തിയും ആരംഭിച്ചിരുന്നു. 5 സോണുകളായാണ് നിർമ്മാണം നടക്കുക. ആദ്യ സോണിൽ മാതൃകാ വീട് ഉൾപ്പെടെ 99 വീടുകളാണ് ഉണ്ടാകുക. ആദ്യ സോണിലെ മുഴുവൻ വീടുകൾക്കും ഒരു വീടിന് 7 സെന്റ് വീതം എന്ന നിലയിൽ നിലമൊരുക്കിയിട്ടുണ്ട്. ടൗൺഷിപ്പിനായി ഏറ്റെടുത്ത ഭൂമിയിലെ ഫാക്ടറിയിലും അനുബന്ധ കെട്ടിടങ്ങളിലും തൊഴിലാളികളെ താമസിപ്പിച്ച് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. റോഡും വീടും യാഥാർത്ഥ്യമായ ശേഷം പൊതു കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലേക്ക് കടക്കും. ദുരന്തം തകർത്ത ജീവിതങ്ങളിൽ ഒരു പുഞ്ചിരിക്കായി നാടാകെ കാത്തിരിക്കുകയാണ്. അതിനായി സർക്കാരിനൊപ്പം കൈകോർത്തുകൊണ്ട് പുതുമാതൃക സൃഷ്ടിക്കുകയാണ് കേരളം.